ഈ വരുന്ന ഓഗസ്റ്റ് 30 ശനിയാഴ്ചയാണ് ആലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് തീരുന്ന ജലോത്സവത്തിന് പിന്നിൽ ഓരോ ക്ലബിന്റെയും മാസങ്ങളുടെ അധ്വാനമാണുള്ളത്. തുടർച്ചയായി കഴിഞ്ഞ 5 തവണയും നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ കപ്പടിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ക്യാമ്പാണിത്. ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ബോട്ട് ക്ലബ്ബുകളിൽ ഒന്നാണ് പള്ളാത്തുരുത്തി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ബോട്ട് ക്ലബ്ബുകളാണ് തീരുമാനിക്കുന്നത് ഏത് വള്ളത്തിന് വേണ്ടി നീറ്റിലിറങ്ങണമെന്ന്. കഴിഞ്ഞ കൊല്ലം കാരിച്ചാൽ ചുണ്ടന് വേണ്ടി നീറ്റിലിറങ്ങിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് റെക്കോർഡ് സമയത്തിലാണ് ഫിനിഷിംഗ് ലൈൻ തൊട്ടത്. ഏകദേശം 95 തുഴച്ചിൽക്കാരാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിന് വേണ്ടി ഓരോ സീസണിലും തയ്യാറെടുക്കുന്നത്. അമരത്തിൽ നിൽക്കുന്ന 5 പേരാണ് പങ്കായക്കാർ. ഇവരാണ് സത്യത്തിൽ ചുണ്ടൻ വള്ളത്തിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്. ഇടിയന്മാരെന്ന് വിളിക്കപ്പെടുന്ന ബീറ്റ് കൊടുക്കുന്ന ഈ 2 പേരാണ് വള്ളത്തിന്റെ ആക്സിലറേറ്റർ എന്ന് പറയുന്നത്. ഇവര് കൊടുക്കുന്ന താളത്തിനനുസരിച്ചാണ് വള്ളത്തിന്റെ സ്പീഡ് കൂടുന്നതും കുറയുന്നതും. ഏറ്റവും മുൻവശത്തിരിക്കുന്ന 1-ാം തുഴക്കാർക്ക് അത്യധികം പ്രാധാന്യമാണുള്ളത്. 1-ാം തുഴക്കാരന്റെ ആദ്യത്തെ തുഴയാണ് മത്സരത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നതെന്ന് ചിലർ പറയാറുണ്ട്. അത് മാത്രമല്ല 1-ാം തുഴക്കാർക്ക് ഇരുവശങ്ങളിലും തുഴകൾ ചലിപ്പിക്കും. ജലോത്സവത്തിന് 2 മാസം മുൻപ് തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് പരിശീലനം തുടങ്ങിക്കഴിഞ്ഞു. നാവികസേനയിൽ പരിശീലകനായിരുന്ന ഹിരൺ സാറും വിനോദ് സാറുമാണ് പ്രധാന കോച്ച്. ഫിസിക്കൽ ടെസ്റ്റിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഇവർക്ക് കായികശേഷി കൂട്ടാനുള്ള പ്രത്യേക ഭക്ഷണ ക്രമീകരണവും വ്യായാമവും നിർബന്ധമാണ്. രാവിലെയും വൈകിട്ടും കഠിനമായി പരിശീലിക്കുന്ന ഇവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് ഈ കാണുന്ന രാജേഷ് ഏട്ടനാണ്. ഇതാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ സെക്രട്ടറിയായ അഭിലാഷ് ഏട്ടൻ. 98-ൽ ഏകദേശം അടച്ചുപൂട്ടിയ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നല്ലവരായ ഒരുപറ്റം നാട്ടുകാരുടെ സഹായത്തോടെ 2018-ൽ ഒരു 1.5 തിരിച്ചുവരവ് നടത്തി. 2018-ൽ പായിപ്പാടിന് വേണ്ടി നീറ്റിലിറങ്ങി കപ്പടിച്ച PBC പിന്നീട് നടുഭാഗം കാട്ടിൽ തെക്കേതിൽ വിയ്യപുരം കാരിച്ചാൽ എന്നീ ചുണ്ടന്മാർക്കും കപ്പുകൾ നേടിക്കൊടുത്തു. ഇത്തവണ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിലെ ചുണക്കുട്ടന്മാർ തയ്യാറെടുക്കുന്നത് മേൽപ്പാടം ചുണ്ടന് വേണ്ടിയാണ്. ട്രാക്കിൽ ചീറിപ്പാഞ്ഞു വരുന്ന ഇവരുടെ ചുണ്ടൻ ഇത്തവണ കപ്പടിച്ചു കഴിഞ്ഞാൽ ഡബിൾ ഹാട്രിക് എന്ന ചരിത്ര വിജയമായിരിക്കും സ്വന്തമാണ്. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ പരിചയപ്പെട്ടതാണ് ഗോവിന്ദനെ. ഗോവിന്ദൻ നമ്മുടെ ഒരു ഫോളോവർ ആണ് കേട്ടോ. എന്നെ കണ്ട് തിരിച്ചറിഞ്ഞു വന്നപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി.